കഥയുടെ തുടക്കത്തിൽ ഹീറോയിനെയും ഹീറോയുമാണ് കാണിക്കുന്നത്. രണ്ടുപേരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഹീറോയുടെ മനസ്സിൽ പറയുന്നത്, ഒരു കാർ ആക്സിഡന്റ് കാരണമാണ് ഈ ഒരു കല്യാണം നടന്നത്. എൻ്റെ ലൈഫ് തന്നെ സാക്രിഫൈ ചെയ്തു. അപ്പോഴാണ് എന്താണ് നടന്നതെന്ന് കാണിക്കുന്നത്. ഹീറോയിൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവളെ കെട്ടാൻ പോകുന്ന പയ്യൻ്റെ അമ്മ വിളിച്ച്, നീ മരുന്ന് കഴിച്ചില്ലെങ്കിൽ കുഞ്ഞു പോലും ഉണ്ടാകില്ല. ഒരു കുഞ്ഞിനെ നിനക്ക് തരാൻ പറ്റില്ലെങ്കിൽ എൻ്റെ മകനെ കെട്ടിച്ചു തരില്ല എന്ന് പറഞ്ഞ് അവളെ പ്രഗ്നൻ്റ് ആക്കാനുള്ള മരുന്ന് കഴിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചു. ഇത് കേട്ട് ദേഷ്യം വന്ന ഹീറോയിൻ അവരോട് സംസാരിക്കുമ്പോൾ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളെ അവൾ ശ്രദ്ധിക്കുകയും ചെയ്തില്ല. ആള് വീൽ ചെയറിലായതുകൊണ്ട് തന്നെ ഒന്നും പറ്റില്ല. പക്ഷെ കാർ വരുന്നത് കണ്ട് പേടിച്ച് കയ്യിലുണ്ടായ ഒരു ബേസിനാകും താഴെ വീണ് പൊട്ടിയത്. പേടിച്ച ഹീറോയിൻ വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി നോക്കുമ്പോൾ ഒന്നും പറ്റില്ലല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ് അത് മറ്റാരുമാകില്ല, ഹീറോയാണ്. ക്ഷമിക്കണം, ശ്രദ്ധിച്ചില്ല. ഈ ബേസിൻ എത്രയെന്ന് വെച്ചാൽ അതിനുള്ള ക്യാഷ് ഞാൻ തന്നേക്കാം. ഇത് കേട്ട ഉടനെ ഹീറോ, ഇതിന് ക്യാഷൊന്നും നിന്നെ കൊണ്ട് തരാൻ പോലും പറ്റില്ല. അതായത് ആ ബേസൻ പരമ്പരാഗത രീതിയിൽ ഉണ്ടാക്കിയ ബേസിനാണ്. ഇത് കേട്ടപ്പോൾ ഏതോ ഒന്ന് ബേസിനെടുത്ത് കൊണ്ടുവന്ന് പൊട്ടിച്ച് ക്യാഷ് വാങ്ങാൻ നോക്കുന്ന സ്കാമല്ലേ. പോലീസിനെ വിളിച്ചാൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് അവൾ പോലീസിനെ വിളിക്കാനായിട്ട് വീഡിയോ എടുക്കാനായി പോയപ്പോൾ അവളുടെ ഫോണിൽ അവളുടെ ബോയ് ഫ്രണ്ട് വേറൊരുത്തിക്കൊപ്പം ക്ലോസായി നിൽക്കുന്ന വീഡിയോ. അപ്പോൾ അതിൽ തന്നെ അവൻ എത്ര വേഗം തന്നെ അവളെ വേണ്ടെന്ന് വെച്ച് നിന്നെ കെട്ടുമെന്ന് കേട്ടപ്പോൾ അവളുടെ കണ്ണീന്നൊക്കെ കലങ്ങി പോവുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് പോലീസ് എത്തുകയും വീഡിയോ നോക്കി രണ്ടുപേർക്കും യാതൊരുവിധ പ്രശ്നമില്ലെന്ന് മനസ്സിലാവുകയും ഹീറോയുടെ നഷ്ടമായ ബേസിന് രണ്ടുപേരും സംസാരിച്ച് ഒത്തുതീർപ്പാക്കി പണം കൊടുക്കാനായിട്ട് പറയുന്നു. ഹീറോയിനും താൻ ഇതിന് ക്യാഷ് തരാം എന്ന് പറഞ്ഞതും ഹീറോ, അതൊന്നും വേണ്ട, നിനക്ക് ഞാൻ പറയുന്ന ക്യാഷ് പോലും തരാൻ പറ്റില്ല, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് പറഞ്ഞ് ഒരു കവറുണ്ടെന്ന് ചോദിച്ചു. ഇവളും കവർ കൊടുത്ത് പൊട്ടിയതെല്ലാം പെറുക്കിയെടുക്കുകയാണ്. എന്നിരുന്നാലും അവൾ പൊട്ടിയതെല്ലാം ശരിയാക്കി തരുന്ന ആളുണ്ട്, വേണമെങ്കിൽ ശരിയാക്കി തരാമെന്ന് പറയുമ്പോൾ ഹീറോ അവൻ്റെ ബിസിനസ് കാർഡ് കൊടുത്തിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനായിട്ട് പറയുന്നു. അതിനുശേഷം ഹീറോൻ വീട്ടിലെത്തുമ്പോൾ അവൾ കെട്ടാൻ പോകുന്ന പയ്യനും അമ്മയും അവളെ എന്നാണ് വേണ്ടാന്ന് വെക്കാൻ പോകുന്നത്, അവളെ കാട്ടും, നിനക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടും, എന്തിനാണ് അവളെ കൂടെ കൂട്ടിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അവനും അവളെ കൂടെ കൂട്ടിയിരിക്കുന്നത് അവളുടെ കയ്യിൽ ഒരുപാട് പണം കണ്ടിട്ടാണ്. മന്ത്ലി സാലറി വാങ്ങാനും കൂടാതെ അവനിപ്പോൾ ഒരു പ്രൊജക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് സക്സസ് ആയാൽ പിന്നെ അവളുടെ ക്യാഷും എൻ്റെ ക്യാഷും കിട്ടിയാൽ അവളെ അപ്പോൾ തന്നെ ബ്രേക്കപ്പ് ചെയ്യാനാണ് അവൻ്റെ പ്ലാന്. ഇതെല്ലാം ഹീറോയിൻ കേൾക്കുകയും തൻ്റെ ക്യാഷിന് വേണ്ടിയാണ് അവൻ ഇവിടെ ഇരിക്കുന്നത്. അതേസമയം അവൻ അവളിൽ നിന്ന് വാങ്ങിച്ചെടുത്ത ക്യാഷ് ഇപ്പോൾ 20 ലക്ഷം വരെയുണ്ട്. ആ പണവുമായി ഓടാനാണ് പ്ലാൻ. പെട്ടെന്നാകും ഹീറോയിൻ വന്നത് കണ്ടത്. എന്നാൽ ഇവർ ഇവിടെ സംസാരിച്ചൊന്നും അവൾ പുറമെ കാണിക്കുകയും ചെയ്തില്ല. ഇവരും അവൾ കേട്ടില്ലെന്ന വിശ്വാസത്തിൽ എപ്പോൾ വന്ന് എന്ന് പറഞ്ഞ് അവളെ ഇരുത്തി വീണ്ടും ആ മെഡിസിൻ കൊടുക്കുന്നു. ഹീറോയിനും അവരെ രണ്ടുപേരെ നോക്കി, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് മേടിച്ചതല്ലേ, തരാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ എന്തിനാണ് ക്യാഷ്? എൻ്റെ കൊളീഗ്സിലൊരുത്തിന് വീട് പണിയാൻ കൊടുത്തു, നമ്മൾ വിവാഹം കഴിക്കാൻ പോകുന്നവരല്ലേ, എന്നാലും എൻ്റെ ക്യാഷ് എടുക്കുമ്പോൾ എന്നോടും കൂടി ചോദിക്കണമെന്ന് അവൾ ചോദിക്കുമ്പോൾ അവളുടെ ഫ്രണ്ട് ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞപ്പോൾ അത് 2 ഇരട്ടിയായി. അപ്പോൾ എന്നോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, അതാണ് ആ ക്യാഷ് ചോദിച്ചത്. ഇത് കേൾക്കുമ്പോൾ ഇവർ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് കരുതിയിട്ടാണ് അവൾ അങ്ങനെയൊക്കെ ഒരു കള്ളത്തരം പറഞ്ഞത്. ഇത് കേട്ട ഉടനെ കയ്യിലുള്ള പണം ഡബിളാക്കാനുള്ള അത്യാഗ്രഹത്തിൽ അവൻ്റെ ലൈഫ് വരുത്തുന്ന മാറ്റത്തെക്കുറിച്ച് കണക്ക് കൂട്ടി ഹീറോയിൻ പോയ ശേഷം അമ്മ പറയുന്നത്, അവൾ നുണ പറയുകയാണോ? പക്ഷേ അവൾക്ക് അവനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, അതുകൊണ്ട് അവൾ നുണ പറയാൻ ഒരു സാധ്യതയുമില്ല. അതിനുശേഷം ഹീറോയെ വിളിക്കുന്നു. ഇന്ന് അവൾ കാരണമാണല്ലോ ഹീറോയുടെ കയ്യിലുണ്ടായ ബേസ് പൊട്ടിയത്, സോ അത് ശരിയാക്കി തരാം, താൻ കാരണമാണല്ലോ സംഭവിച്ചത്. അതിന് ഹീറോ അവളോട് അവളുടെ വീട് എവിടെയെന്ന് വെച്ചാൽ പറ, പിക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഒരിടത്തെത്തുന്നു. എന്നാൽ അവൾ പറഞ്ഞ സ്ഥലത്ത് ഹീറോ എത്തിയെങ്കിലും അവൾ എത്തുന്നത് തന്നെ 4-5 മിനിറ്റ് ലേറ്റായിട്ടാണ്. അങ്ങനെ അവർ പോകുമ്പോൾ പിന്നാലെ ഹീറോയെ ഫോക്കസ് ചെയ്ത് ഒരു കാർ ഇടിക്കാനായി വരുന്നു. അത് കണ്ട ഹീറോയെ ഇടിക്കാനാകുമെന്ന് കരുതി ഹീറോയെ ചേർത്ത് പിടിച്ചു. സത്യത്തിൽ അത് ഹീറോയുടെ കാറാകും. ഹീറോയുടെ കാർ കണ്ട് അവൾ ആകെ സ്തംഭിച്ചു പോയി. ശേഷം അവനെ പിടിച്ച് കാറിൽ കയറ്റാൻ നോക്കുന്ന അവൾ ഒന്ന് ഷോക്കാവുകയാണ്. വേറൊന്നുമല്ല, ഹീറോ നോർമലായിട്ട് തന്നെ എഴുന്നേറ്റ് പോയി കാറിലിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് നടക്കാനൊക്കെ പറ്റൂലേ? അതിന് ഹീറോ പറയുന്നത്, നടക്കാനൊക്കെ പറ്റുന്നില്ല, എന്നാലും ഞാൻ ഡിസേബിൾ ആയ ഒരാളല്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ ബേസ് ശരിയാക്കുന്ന ഇടത്തെത്തി. പൊട്ടിയ ബേസ് കാണുന്നാൽ ഇത് പരമ്പരാഗത രീതിയിലുള്ളതല്ലേ, അല്ല എങ്ങനെ പൊട്ടിച്ചെന്ന് ചോദിക്കുമ്പോഴാണ് അവളൊന്ന് ഞെട്ടുന്നത്. കാരണം അന്നേ ഹീറോ പറഞ്ഞിട്ടുണ്ടായി, ഇനി ഇത് റെഡിയാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ ആകാനൊക്കെ പറ്റും, അതിന് 3 മാസം വേണ്ടി വരും. എന്നാൽ ഇത് കേട്ട ഹീറോ 1 മാസത്തിനുള്ളിൽ എങ്കിലും ശരിയാക്കി കിട്ടണം. 1 മാസമോ?
എല്ലാം പെർഫെക്റ്റ് ആക്കി കെട്ടേണ്ടതല്ലേ, എന്തിനാണ് ഇത്രയും ധൃതി എന്നവൾ ചോദിക്കുമ്പോഴാണ് അറിയുന്നത് ഹീറോ 3 മാസത്തിനുള്ളിൽ മരിച്ചു പോകും. ഹീറോയുടെ അസ്ഥി ആ ബേസിലെടുത്ത് വെക്കാൻ വേണ്ടിയാണ് വേഗം റെഡിയാക്കി തരാൻ പറഞ്ഞത്. 3 മാസം കൂടി ഉള്ളൂ എന്ന് കേട്ടപ്പോൾ അവളൊന്ന് ഷോക്കായി. പിന്നീട് അവർ അവിടെ നിന്ന് ഇറങ്ങി. ഹീറോയോട് സത്യമായിട്ട് നിങ്ങൾക്ക് വയ്യേ, 3 മാസത്തിൽ മരിച്ചു പോകോ? അതെങ്ങനെ 3 മാസത്തിൽ മരിക്കുമെന്ന് ഉറപ്പ്? ഡോക്ടർക്ക് പോലും നമ്മുടെ മരണം പറയാൻ പോലും പറ്റില്ല. അപ്പോൾ പിന്നെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഹീറോ ഒന്നും തന്നെ മിണ്ടില്ല. അന്നേരം അവളുടെ അമ്മ കല്യാണ കാര്യം പറഞ്ഞു വിളിക്കും. അവളുടെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുന്നേ അവളുടെ ഒരു കുഞ്ഞിനെ കണ്ടിട്ട് വേണം മരിക്കാൻ എന്നാണ് ആഗ്രഹം. ഇപ്പോൾ 99 വയസ്സായി. അതിനാൽ വേഗം ഒരാളെ കണ്ടെത്തി കല്യാണം കഴിക്കാനായിട്ട് പറയുന്നു. ഇവളും ശരി ശരിയെന്ന് പറഞ്ഞെങ്കിലും അമ്മ പറയുന്നത് 3 ദിവസത്തിനുള്ളിൽ തന്നെ വിവാഹം നടക്കണം എന്ന് നിർബന്ധിച്ചുകൊണ്ട് കോള് കട്ടാക്കിയതും അവൾക്കിതുവരെ അവൾക്കായിട്ട് വിശ്വാസമുള്ള ഒരാളെ പോലും കണ്ടെത്താൻ പറ്റില്ല. അതിനാൽ അവൾ ഹീറോയെ കണ്ടപാടെ ഹീറോയോട് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണോ, ഇല്ലെങ്കിൽ എന്നെ വിവാഹം ചെയ്യാമോ? ഹീറോ കരുതും അവൾ തമാശ പറയുന്നതാ. കല്യാണം എന്നത് ഒരു തമാശയല്ല. ഇപ്പോഴുള്ള അവളുടെ അവസ്ഥ ഹീറോയോട് തുറന്നു പറയാനും പറ്റില്ല. ഇപ്പോൾ അവളുടെ ഫാമിലി വേഗം കല്യാണം നടത്താൻ വേണ്ടി തന്നെ അവളെ ഫോഴ്സ് ചെയ്തു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള അവളുടെ കാമുകനെ കെട്ടാൻ പോലും താല്പര്യമില്ല. എൻ്റെ ക്യാഷ് മുഴുവൻ കിട്ടി മുങ്ങാൻ നടക്കുകയാണ് അവൻ. അങ്ങനെയുള്ള ഒരാളെ ഞാൻ എങ്ങനെ കിട്ടും? നിങ്ങളെപ്പോലെ ഒരാളെയാണ് വേണ്ടത്. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയ്ക്ക് കല്യാണം കഴിക്കാൻ തന്നെ ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട, ഞാൻ മരിക്കുന്നതുവരെ നിങ്ങളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ ആഗ്രഹം പടി നിങ്ങളുടെ അസ്ഥി ഞാൻ ബേസിലിട്ട് സൂക്ഷിച്ചോളാം. ഒന്ന് ചിന്തിച്ച് നോക്ക് എന്ന് പറഞ്ഞ് സംസാരിച്ച് ഹീറോയുടെ മനസ്സ് മാറ്റിയെടുത്ത് ഹീറോ വിവാഹത്തിന് സമ്മതിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ്. അതേ നേരത്തിൽ അവിടെ തന്നെ അവിടെ എക്സും വരികയാണ്. ഹീറോയുടെ കാറൊക്കെ കണ്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നിൽക്കുമ്പോൾ അതേസമയം ഇവിടെ ഹീറോയും ഹീറോയിനും കൈയൊക്കെ കൊടുത്ത് ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്യുകയാകും. എക്സ് ഹീറോയിനെ കണ്ട് ഇവിടെ എന്താണ് ചെയ്യുന്നത് ചോദിച്ചു. അതിനവൾ ഇന്നലെ ഞാൻ ഒരാളെ കുറിച്ച് പറഞ്ഞില്ലേ, അതായത് പ്രോജക്റ്റിന്റെ കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡബിളാക്കി തരുമെന്ന്, അദ്ദേഹമാണ് ഇദ്ദേഹം. ഇതൊക്കെ പറയുമെങ്കിലും അവളുടെ മനസ്സിൽ നല്ല രീതിയിൽ പേടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവൾ എന്താണ് പറഞ്ഞു വരുന്നത് ഹീറോയ്ക്ക് അറിയില്ലല്ലോ. ഹീറോ എന്തെങ്കിലും മണ്ടത്തരം പറഞ്ഞ് കുളമാകുമോ എന്നോർത്ത്. അപ്പോൾ അവനും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കാമെന്ന് ചോദിക്കുമ്പോൾ അവളും നാളെ കണ്ട് സംസാരിക്കാം, ഇന്ന് ഇദ്ദേഹത്തിന്റെ കല്യാണമായിരുന്നു. ഇത് കേട്ടതും എക്സിന് കല്യാണം കഴിഞ്ഞത് അവളുടേതാണെന്ന് മനസ്സിലായില്ല. ഇപ്പോൾ ഹീറോ ഏത് പ്രോജക്റ്റിനെ കുറിച്ചാണ് എന്ന് ചോദിക്കുമ്പോൾ എക്സ് മണിമണിയെ ആ പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന ഹീറോയിനാകെ ഷോക്കാവുകയാണ്. ഇവൻ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് ചിന്തിച്ചു. അതിനുശേഷം എക്സ് 2 മില്യൺ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. അതിനാൽ ഹീറോ ഇത്രയും എമൗണ്ട് ഞാനല്ല കൈകാര്യം ചെയ്യുന്നത്, അസിസ്റ്റന്റാണ്, അസിസ്റ്റന്റിനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞതിനാൽ ഹീറോ അവിടെ നിന്ന് പോയി. ഹീറോയുടെ കാറൊക്കെ കണ്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരാൾക്ക് എന്തിനാണ് കാറ്? പണം ഉണ്ടായിട്ട് എന്ത് കാര്യം? നോക്ക്, അയാൾക്ക് പണം വെച്ചിട്ട് ഒരു ഉപകാരവുമില്ല. ഇവൻ എങ്ങനെ ഒരു പെണ്ണ് സെറ്റായി എന്ന് പറഞ്ഞ് ഹീറോയെ പുച്ഛിച്ചാകും സംസാരിക്കുന്നത്. ഹീറോയ്ക്ക് ഇതൊന്നും കേൾക്കുമ്പോൾ തന്നെ നല്ല ദേഷ്യം വരികയും മുഖത്ത് നോക്കി 2 കുത്തൊക്കെ കൊടുക്കണമെന്നുണ്ട്. ബട്ട് അവൾ അവളുടെ ബാഗ് വെച്ച് മുഖത്തൊരു ആട്ടിയതുപോലെ തന്നെ വീശിയിട്ട് അവിടുന്ന് പോവുകയാണ്. അന്ന് രാത്രി എക്സാവിൻ്റെ പുതിയ കാമുകിയോട് പണം കിട്ടിയാലുടൻ തന്നെ നിനക്ക് പിടിച്ച് വീട് വാങ്ങാം, അതിനുശേഷം നമ്മുടെ വിവാഹം നടത്താം എന്ന് പറഞ്ഞ് സംസാരിച്ച് കൊഞ്ചിക്കൊഴിയുമ്പോഴായിരിക്കും അവിടേക്ക് ഹീറോയിൻ എത്തുന്നത്. ഹീറോയോട് പറഞ്ഞോ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വേറെ ആരും അല്ല, ഷെൻ ഗ്രൂപ്പിലെ സി ആണ്. എന്നാൽ ഇത് കേൾക്കുന്ന ഹീറോയിൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല. കാരണം ഹീറോയിനെ കുറിച്ച് അവൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും തന്നെ അന്വേഷിച്ചിട്ടില്ല. സോ ഇനി അവനോട് പറഞ്ഞ കള്ളം സത്യമായിട്ട് വിശ്വസിച്ച് കാണും എന്ന് കരുതി ഇവളും ഒന്നും തന്നെ മിണ്ടിയില്ല. അവൻ പറയുന്നതിനൊക്കെ തലയാട്ടിയിരുന്നു. അതിനുശേഷം അവൾ പ്രോജക്റ്റിനെ കുറിച്ച് പുറത്തേക്ക് പോവേണ്ടെന്ന് പറയുമ്പോൾ അവനും വലിയ ഡൗട്ടൊന്നുമില്ല, ക്യാഷ് കിട്ടുമെന്നുള്ളതുകൊണ്ട്. സോ അവളെ പറ്റിച്ച് ഇനിയും ക്യാഷ് തട്ടാനാകും പ്ലാൻ. അന്നേരം അവൾക്ക് ഹീറോയിൽ നിന്ന് മെസ്സേജ് വരുന്നു. അതിനാൽ അവൾ അവനോട് നാളെ ഒരു ബിസിനസ് ട്രിപ്പ് ഉണ്ട്, അതിന് പോവുകയാണ്. അപ്പോൾ ഇത് കേട്ട് വന്ന എക്സിൻ്റെ അമ്മ എപ്പോഴും നിനക്ക് ബിസിനസ് ട്രിപ്പാണല്ലോ, ഈ മെഡിസിൻ ദിവസം കഴിക്കണം എന്നാലേ കുഞ്ഞുണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവളും വേണ്ട എന്നാകും പറയുന്നത്. ഇത് കഴിച്ചില്ലെങ്കിൽ എൻ്റെ മകന് വിവാഹം പോലും ചെയ്യിപ്പിക്കും. അവളും അവനെ തുറച്ചു നോക്കി കെട്ടിയില്ലല്ലേ. ഇവനും ഇവളുടെ നോട്ടം കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ല, കെട്ടണമെങ്കിൽ അത് നിന്നെ മാത്രമേ കെട്ടുള്ളൂ. ഇത് കേട്ടതും നീ എന്നെ പറ്റിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ റെസ്റ്റ് എടുക്കാൻ എന്ന് പോണെന്ന് പറഞ്ഞ് അവൾ പോയി. ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നതാണ് നല്ലത്. അവളുടെ ക്യാഷ് കിട്ടിയ ഉടനെ നമ്മൾ ഈ നാടേ വിടും, അതുവരെ ക്ഷമിക്കാനായിട്ട് എക്സ് അമ്മയോട് പറയുക. പിറ്റേ ദിവസം ഹീറോയിൻ ഇപ്പോൾ ഇവൾ താമസിക്കുന്ന വീടിൻ്റെ കാലാവധി കഴിഞ്ഞു. അതിനാൽ ഉടമയെ വിളിച്ച് കാലാവധി ഇനി നീട്ടിത്തരാണ്ട് ഇല്ലെന്ന് പറഞ്ഞു പോകുമ്പോൾ അവളെ പിക്കപ്പ് ചെയ്യാൻ ഹീറോ കാറുമായി വന്നിരിക്കുന്നു.
ഹീറോ വന്നത് ആ 2 മില്യൺ പണം കൊടുക്കാനാകും. എക്സ് കോൺട്രാക്ട് സൈൻ ചെയ്തു. എക്സ് എങ്ങാനും കണ്ടുപിടിച്ച് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഹീറോ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നു. അപ്പോൾ അവൾക്കൊരു ഡൗട്ട്. സൈൻ ചെയ്ത് ഇത്രയും വേഗം പണം കൊടുക്കുമ്പോൾ ഇനി എക്സ് പറഞ്ഞതുപോലെ ഇവൻ വല്ല ഷൻ ഗ്രൂപ്പിൻ്റെ സിഇഒ ആകോ? ഇനി എങ്ങോട്ടാ പോണെന്ന് ചോദിക്കുമ്പോൾ അവളുടെ വീടിൻ്റെ എക്സ്പയർഡായി, അത് ക്യാൻസൽ ചെയ്ത് വേറെ വീട് നോക്കണമെന്ന് പറയുമ്പോൾ ഹീറോ വേണമെങ്കിൽ ഹീറോയുടെ വീട്ടിൽ താമസിക്കാമെന്ന് ഒരു ഓപ്ഷൻ കിട്ടും. ഇത് കേട്ടതും ആലോചിച്ചിട്ട് പറയാം, അതിനു മുന്നേ ഒരു വീടെങ്കിലും കണ്ടുപിടിക്കണം എന്ന് മനസ്സിൽ പറഞ്ഞ് മാസം 2 കൂടി തരും. പക്ഷേ ഹീറോയ്ക്ക് അതൊന്നും വേണ്ട. ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, നീ എന്നെയോ ഞാൻ നിന്നെയോ ശല്യപ്പെടുത്താനേ പാടില്ല. അതിന് ഓക്കെ ആണെങ്കിൽ മാത്രം. ഇവളും ഓക്കെ എന്ന് പറഞ്ഞതും ഹീറോയുടെ വീട്ടിൽ മുറ്റത്തെത്തുമ്പോൾ ഒരു വലിയ ബംഗ്ലാവാകും. ഇതെല്ലാം നിങ്ങൾ തന്നെ സമ്പാദിച്ച വീട് തന്നെയാണെന്ന് ചോദിക്കുമ്പോൾ അത് നീ ഓർത്ത് പേടിക്കേണ്ട, ടാക്സ് ഒക്കെ കൊടുത്ത് എൻ്റെ ക്യാഷും കൊണ്ട് പണിത വീടാണ്. ഇവളും ഓക്കെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയപ്പോൾ സെക്യൂരിറ്റിയെ കാണുന്നു. അവൾ അയാളെയും കൊണ്ട് അവിടെ പെട്ടി മൊത്തം ചുമക്കുന്നു. നോക്കുമ്പോൾ ഒരു വലിയ പെട്ടി. അയാൾക്കിനി ഒരടിയും കൊണ്ട് ആ പെട്ടി കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. സോ ഹീറോയിൻ ആ പെട്ടിയെ ഹീറോയുടെ മടിയിൽ വെച്ച് അകത്തേക്ക് കൊണ്ടുപോകാമെന്നൊരു പ്ലാൻ ഇട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു പോകുമ്പോൾ ഹീറോയ്ക്ക് തന്നെ അതിശയം, അവൾ എന്ത് ഭ്രാന്താണ് കാട്ടുന്നത്. അത് വെച്ച് ഹീറോയെ ഉരുട്ടിപ്പോകുമ്പോൾ ഹീറോയുടെ വീട്ടിലേക്ക് അവളുടെ എക്സും കാമുകി വരുന്നു. ഹീറോയിനെ കണ്ടതും ഇവളെന്ത് ഷെന്നിന്റെ വീട്ടിലെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ഉണ്ടായ സെക്യൂരിറ്റി എക്സിനകത്തേക്ക് കയറ്റുന്നില്ല. കാരണം അവൾ ബിസിനസ് ട്രിപ്പ് എന്ന് പറഞ്ഞ് പോയതാണ്. ഇനി അവൾ ആകില്ല, ആരെങ്കിലാകും എന്ന് തനിക്ക് തോന്നിയതാവുമെന്ന് കരുതുകയാണ്. ശേഷം ആ പെട്ടി മൊത്തം അകത്തേക്ക് കഷ്ടപ്പെട്ട് കയറ്റിയതിനാൽ ഹീറോയ്ക്ക് നല്ല ദേഷ്യമാകും. അവളെ തന്നെ തുറച്ചു നോക്കി. പെട്ടിയിൽ എന്താണെന്ന് നോക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞവർക്ക് ചെയ്യേണ്ട കർമ്മസാധനങ്ങളാണ്. അപ്പോൾ അതിനിടയിൽ ഒരു ഗോൾഡൻ പേപ്പർ, അത് എങ്ങനെ ശരിയാക്കണമെന്ന് അവൾക്കറിയില്ല. അതും ചിന്തിച്ച് നിൽക്കുമ്പോഴാകും പെട്ടെന്ന് ഹീറോയുടെ സൗണ്ട് കേട്ട് പേടിച്ച് അവൻ്റെ മടിയിൽ തന്നെ വീണു. അവനെ കാണുമ്പോൾ അവൾക്ക് ഇത്രയും ഒരു സുന്ദരനെ എന്തിനാണാവോ ദൈവം നേരത്തെ വിളിക്കുന്നതെന്ന് മനസ്സിൽ പറയുന്നു. അവനാണെങ്കിൽ നല്ല ദേഷ്യമാകും. നീ എന്താണ് കാട്ടുന്നത്? പെട്ടി മൊത്തം എന്നെ കൊണ്ട് ചുമപ്പിച്ചിട്ട് ഇപ്പോൾ നിന്നെ ഞാൻ ചുമക്കണോ എന്ന് ഹീറോ പറയുമ്പോൾ, അല്ല, മുറി മുഴുവൻ ഒരു പ്രേതാന്തരീക്ഷം പോലെയുണ്ട്. പെട്ടെന്ന് സൗണ്ട് കേട്ടുകൊണ്ടാണ് വീണത്, ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അവൾ തന്നെ താഴെ കിടന്ന പേപ്പറൊക്കെ ചുരുട്ടി വെച്ചു. അന്നേരം അവളുടെ അമ്മ വിളിക്കുകയാണ്. അവൾ മാരേജ് സർട്ടിഫിക്കറ്റ് കണ്ടിട്ടാകും വിളിക്കുന്നത്. അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, ഞാൻ എന്തിനാണ് നുണ പറയണം. അതിനാൽ അമ്മ ഇപ്രാവശ്യം വിശ്വസിക്കാം, ഇനി പറ്റിക്കുന്നതാണെങ്കിൽ വെറുതെ ഇരിക്കില്ലെന്ന് പറഞ്ഞ് അവളെയും ചീത്ത പറയുന്നു. ഇവളും പേപ്പറൊക്കെ ഓരോന്ന് പറക്കിയെടുക്കുമ്പോൾ അപ്പോഴേക്കും ആ വീട്ടിലെ ജോലി ചെയ്യുന്ന ചേച്ചി ഇത് കണ്ട അവളെ പെറുക്കാനായിട്ട് സഹായിച്ചു. അപ്പോൾ അവൾ അവരോട് ഹീറോയുടെ കാര്യം ചോദിച്ചു. ഹീറോയ്ക്ക് എന്താണ് പറ്റിയത്? അവർക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഹീറോയുടെ അമ്മയും അനിയനും ഇത് അസുഖം മൂലമാണ് മരിച്ചത് എന്നവരും ആകെ സാഡായിട്ടാകും സംസാരിച്ചത്. എന്താകും അസുഖം എന്ന് ചിന്തിച്ചവൾ ഹീറോയുടെ അച്ഛൻ്റെ കാര്യം ചോദിച്ചു. അച്ഛൻ ജീവനോടെ ഉണ്ട്, കൂടെ ഒരു ബ്രദറുമുണ്ട്. അവർക്ക് ഹീറോയെ കണ്ണെടുത്ത കണ്ടൂടാ, വന്നു പോലും നോക്കിയിട്ടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ അവൾക്കാകെ ഫീലായി. ആൾക്കാരുണ്ടായിട്ടും ആരും ഇല്ലാതെ പോലെ ജീവിക്കണമല്ലോ. അതേസമയം ഇവിടെ ഹീറോയിൻ്റെ അമ്മ നേരെ എക്സിൻ്റെ വീട്ടിലേക്ക് വരുന്നു. അമ്മ കരുതും എക്സിനെയാകും അവൾ വിവാഹം ചെയ്തെന്ന. കാരണം അവൾ ഹീറോയാണ് വിവാഹം ചെയ്തതെന്ന് അമ്മയ്ക്കറിയില്ല. അവൾ ഇവിടെ ഇല്ലല്ലോ, അവൾ ബിസിനസ് ട്രിപ്പിന് പോയെന്ന് അമ്മായിമ്മ പറയുമ്പോൾ ബിസിനസ് ട്രിപ്പ് എന്ന് കേട്ടപ്പോൾ അമ്മ ഒന്ന് ഷോക്കായി. ഇല്ല, ഇതുവഴി പോയപ്പോൾ കയറിയതാണ്, അവളെ കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോഴേക്കും എക്സ് എത്തിയപ്പോൾ നിങ്ങൾ 2 പേരും വിവാഹം കഴിഞ്ഞല്ലേ, മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കാമെന്ന് ചോദിക്കുമ്പോൾ എക്സ് ഒന്ന് ഷോക്കാവുന്നു. വേറൊന്നിനുമല്ല, മുത്തശ്ശനെ കാട്ടാൻ, വിവാഹം ഗ്രാൻഡായിട്ട് നടത്താൻ വേണ്ടി ഒരു ഉറപ്പിനാകും. അവർ പോയി കഴിയുമ്പോൾ എക്സും അമ്മയും കരുതിയിരിക്കുന്നത് അവൾ അമ്മയെ വിശ്വസിപ്പിക്കാനായിട്ട് ഫേക്ക് സർട്ടിഫിക്കറ്റ് കാണിച്ച് കാണാം. നീ അത്രയ്ക്ക് നല്ലവനായത് കൊണ്ടല്ലേ. അതിനാൽ എക്സ് അങ്ങനെ വിശ്വസിച്ചു. അതിനുശേഷം വീണ്ടും ആരവരുടെ വീട്ടിലേക്ക് വരുന്നു. വന്നത് ആ വീടിൻ്റെ ഓണറാകും. ഇവരും ആരാണെന്നറിയാതെ നിങ്ങൾ ആരാണ്, കയറി വന്നിരിക്കുകയാണോ എന്ന് ചോദിച്ചു. തരാനുള്ള വാടക വേഗം വേണം. എഗ്രിമെന്റ് നിർത്താനാണോ അതോ പുതുക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ പുതുക്കാനോ അത് അവൾ ചെയ്തില്ലെന്ന് ചോദിക്കുമ്പോൾ അതിനിവർ എക്സ്പയർഡായി, ഇനി പുതുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ തരുന്നുണ്ടോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കോ എന്ന് കേട്ടുടനെ ഇവന് ഷോക്കായി. ഉടനെ തന്നെ എക്സ് അവളെ വിളിച്ചു. പക്ഷേ കോള് പോകുന്നത് പോലുമില്ല. അപ്പോൾ ഇതവൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെന്ന് മനസ്സിലാവുകയാണ്. എന്നാൽ ഇവിടെ ഹീറോയിൻ ഗോൾഡൻ പേപ്പർ വെച്ച് മടക്കി റെസ്റ്റ് ചെയ്തിരിക്കുകയും ഇത് കണ്ടുവന്ന അവൾക്ക്
ഇത് ഇങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് മടക്കിയൊക്കെ സെറ്റാക്കി കൊടുക്കുമ്പോൾ അപ്പോൾ അവൾ നിങ്ങളുടെ അസുഖം ഗുണപ്പെടുത്താൻ ശ്രമിച്ചൂടെ? ഈ ലോകത്ത് സുഖപ്പെടുത്താത്ത രോഗമില്ല. അതിന് ഹീറോ പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല. ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ല. അത് എന്താണ് ഈ ലോകത്തെ എന്തൊക്കെയുണ്ട്? ഫ്രണ്ട്ഷിപ്പ്, ലവ്, ഫാമിലി, രുചികരമായ ഭക്ഷണം. അപ്പോൾ ഹീറോ അവൾക്ക് കുറച്ച് പേപ്പർ നൽകി. നീ ഇത് വായിച്ചിട്ട് ഓക്കെ എന്ന് തോന്നിയാൽ സൈൻ ചെയ്തേക്ക്. നോക്കുമ്പോൾ എഗ്രിമെൻ്റ് എന്താണെന്ന് വെച്ചാൽ ഹീറോ മരിച്ച ശേഷം അവൻ്റെ സ്വത്തുക്കൾ പിന്നീട് അവൾക്കാകും. ഇത് കേട്ട ഉടനെ അവൾക്ക് ഭയങ്കര ഷോക്ക്. ഇതൊക്കെ എനിക്കാണോ? നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. അതിന് ആരാ വേണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ ഒപ്പുവെച്ചു. അവൻ്റെ കാലുവരെ പിടിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായി ഞാനൊരു വിധവയാകും എന്ന് മനസ്സിൽ പറഞ്ഞ് സന്തോഷമായി. എന്നിട്ട് അവനോട് നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട, എല്ലാ അവധിക്കാലം നിങ്ങൾക്ക് വേണ്ടി എല്ലാ ചടങ്ങും ഞാൻ നടത്തും. വീണ്ടും കല്യാണം കഴിക്കുകയും ചെയ്യില്ല. പക്ഷേ ഹീറോ പറയുന്നത് വീണ്ടും അവളോട് വിവാഹം കഴിക്കണം എന്ന്. പിന്നീട് അവൾ ബാർബിക്യൂ വാങ്ങിത്തട്ടെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും വേണ്ട, ഞാൻ അതൊന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞ് ഹീറോ പോകുമ്പോൾ അവളും പിന്നാലെ വല്ലതും കഴിച്ചുകൂടെ? വല്ലതും കഴിച്ചാലാണ് ഉല്ലാസകം മാറുകയുള്ളൂ. അവൾ ഇത്രയും അവൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് കൊണ്ട് ഹീറോ അവളോട് നമ്മുടെ വിവാഹം വെറും എഗ്രിമെൻ്റ് മാത്രമാണ്, എൻ്റെ കാര്യം അന്വേഷിക്കാൻ അദ്ദേഹം വരേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞ് അവന് റൂമിലേക്ക് പോയി. എന്നാൽ റൂമിലെത്തുമ്പോൾ അവൻ്റെ കാലിന് നല്ല രീതിയിൽ തന്നെ പെയിൻ ഉണ്ടാവുകയാണ്. പിറ്റേ ദിവസം അവൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഹീറോയെ കാണുന്നില്ല. എന്താണ് ഇത്രയും വൈകുന്നത്? ഇതുവരെ എഴുന്നേൽപ്പിച്ചില്ലേ? ഇല്ല, ഹീറോയ്ക്ക് ഉറക്കമില്ലായ്മ ഉണ്ടാകാറുണ്ട്. അതിനാൽ ആരും ഹീറോയെ ശല്യപ്പെടുത്താൻ പോകണ്ട. ഇവളും ചിന്തിക്കുമ്പോൾ അതാകും അവൻ്റെ പ്രശ്നം. അവൻ്റെ കാര്യത്തിൽ കൂടുതൽ അന്വേഷിക്കാതെ ഇരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി അവൾ ജോലിക്ക് പോകുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഹീറോ ഉറക്കം കഴിഞ്ഞ് വന്നതും അവൾ നോക്കുമ്പോൾ ആൻറ്റി അവൾ ജോലിക്ക് പോയി. മാഡം സാറിന് ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടായിട്ടും പോയത്. എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് ഹീറോ വേണ്ടെന്ന് പറഞ്ഞ് അവൻ വെറും പച്ചവെള്ളം കുടിക്കുന്നു. ഹീറോ പോകുമ്പോൾ അവൾ ചുരുട്ടിയ പേപ്പറൊക്കെ കാണുന്നു. ഇപ്പോൾ ജോലിയെല്ലാം കഴിഞ്ഞ് ഹീറോയിനെത്തുമ്പോൾ അവൾ ബൊക്ക വാങ്ങിയിട്ടാകും വരവ്. ഇതൊക്കെ വെച്ചാലാകും വീട് ആകുമെന്ന് പറഞ്ഞിട്ടാണ്. ഇവളിവിടെ പൂക്കളൊക്കെ സെറ്റാക്കുമ്പോഴാകും അവിടേക്ക് ഹീറോ എത്തുന്നത്. ഹീറോയെ കണ്ടപ്പാടെ അവൾ നിങ്ങൾക്ക് പൂക്കൾ അലർജിയാണെന്ന് കേട്ടു, ലിവിങ് റൂമിൽ മാത്രം വെക്കൂ. ഹീറോയ്ക്കും ഓക്കെ എന്ന് പറഞ്ഞു പോയി. അവൾക്കും ഹാപ്പിയായി. എല്ലാം ഒതുക്കി വെക്കുന്നത് കണ്ട് ഒരാൾ ബ്രേക്കപ്പ് ചെയ്താൽ ശോകമായിട്ടാണല്ലോ ഇരിക്കാറ്. ഇവിടെ നിനക്കെന്താ ഭയങ്കര സന്തോഷം? ഹീറോയിനും ശോകമായിട്ട് തന്നെ ഇരുന്നിട്ടുണ്ട്. അവൻ ആലോചിച്ചിട്ട് ഇരുന്നു പോയത് 2 വർഷമാണ്. അവൻ എൻ്റെ മനസ്സ് തന്നെ നൽകിയിട്ട് അവൻ എന്നെ ചതിക്കുകയാണ് ചെയ്തത്. ഇത്രയും നാളും വഞ്ചിച്ചത് ഓർത്ത് നല്ല വിഷമമുണ്ട് എന്ന് പറഞ്ഞ് അവൾ ആകെ ശോകമായി പറയുന്നു. അപ്പോൾ ആ ടൈമിൽ അവിടെ എക്സിൽ നിന്നൊരു കോൾ വരുന്നു. എക്സ് ഹീറോയുടെ അസിസ്റ്റന്റ് കോൾ ചെയ്തു. പക്ഷേ ഹീറോയുടെ അസിസ്റ്റന്റ് കോൾ എടുക്കുന്നില്ല. എന്തായാലും അവർ ഫ്രോഡാണ്. അപ്പോൾ അവളും പറയുന്നത് ഏത് അസിസ്റ്റന്റ്, ഏത് ഷെന്ന്? അവനും മനസ്സിലായി അവൾ അവളെ പറ്റിക്കുകയാണെന്ന്. സ്കാം ചെയ്ത് പണം തട്ടിയെടുക്കുകയാണ് നിന്റെ പ്രശ്നം. നിന്റെ പണം 3 മാസം ഞാൻ സമ്പാദിച്ചെടുത്ത എൻ്റെ പണമാണ്. നീ കൂട്ടിവെച്ചത് എല്ലാം എൻ്റെ പണമാണ്. അതൊക്കെ എൻ്റെ അടുത്താണ് വരേണ്ടത്. ഇത് കേട്ട ഉടനെ എക്സ് പണം തട്ടി വാങ്ങിച്ചതിൻ്റെ പേരിൽ അവൾക്കെതിരെ പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ് എന്ന് പറഞ്ഞ് അവൾ കോള് കട്ടാക്കി. ഇപ്പോൾ എക്സിൻ്റെ കൂടെ അവൻ്റെ കാമുകിയും അവൻ്റെ അമ്മയും കാണും. ഇവർക്കിപ്പോൾ എല്ലാം തന്നെ മനസ്സിലായി. ഇത്രയും നാളും കൂടി വെച്ച ക്യാഷൊക്കെ പോയെന്നുള്ളത്. ഇതിങ്ങനെ വിടാൻ പറ്റില്ല. ഹീറോയിൻ്റെ അമ്മയും മുത്തശ്ശനെയും അവിടെ പോയി എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് ഇവരങ്ങോട്ടേക്ക് പോകുന്നു. അതിനിടെ അവിടെ അമ്മ വിളിക്കുന്നു. ഇവളും എക്സ് ആണെന്ന് കരുതി നീ ഇനി ഇവിടെ വിളിച്ച് ശല്യപ്പെടുത്താനാണ് പ്ലാനെങ്കിൽ നീ എന്നെ ചീറ്റ് ചെയ്ത എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ പോലീസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ചീത്ത പറയുന്നു. എന്നാൽ വിളിച്ചത് അമ്മയാകും. നീ എന്നെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കായിരുന്നല്ലോ ഇത്രയും നാളും. വേഗം വീട്ടിലേക്ക് വരാനായി പറഞ്ഞു. അവൾ ഓക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഹീറോയിനോട് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? ഹീറോ ആദ്യം സമ്മതിച്ചില്ലെങ്കിൽ പിന്നീട് സമ്മതിച്ചു. അതിനുശേഷം ഇവിടെ അമ്മ അവൾ പറ്റിച്ച കാര്യം പറയുകയാണ്. ഇത്രയും നാളും അവൾ പറ്റിക്കുകയായിരുന്നു നമ്മളെ. ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് തന്നെ പറ്റിച്ചു. മുത്തശ്ശനും അമ്മേനോട് നീ ഒന്ന് ക്ഷമിക്ക്. അവൾ വരട്ടെ. അവൾ വന്നിട്ട് എന്താണ് സത്യമെന്ന് അറിയാലോ. അപ്പോൾ പുറത്തുനിന്ന് ആരോ വരുന്ന സൗണ്ട് കേൾക്കുന്നു. എക്സും അവൻ്റെ അമ്മയുമായിരിക്കും അവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അതിനാൽ അവർ പോയി വേഗം അവരുമായി വഴക്കുണ്ടാക്കുന്നു. 2 കൂട്ടരും ഒരേ കാര്യം പറഞ്ഞ് ചീത്ത പറഞ്ഞ് അടിവരെയായി. മറുഭാഗത്തെ ഹീറോയും ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയോട് എൻ്റെ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിൽ വെക്കേണ്ട, എൻ്റെ അമ്മ പഴയ ആൾക്കാരാണ് പറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഒരു ലേഡി വരുന്നു. അവിടെ നിന്റെ വീടിന് മുന്നിൽ നിന്റെ അമ്മയും നിന്റെ ബോയ്ഫ്രണ്ട് അമ്മയും ചേർന്ന് അടിപിടിയാണ്. ഇത് കേൾക്കുന്ന അവൾക്ക് ഷോക്കായി. അവൾ അവിടെ എത്തുമ്പോൾ എക്സിന് നല്ല ചവിട്ട് കൊടുക്കുന്നു.
ഞങ്ങളെ പറ്റിച്ച് ഞങ്ങളുടെ പണം തട്ടിയെടുത്തല്ലേ, മര്യാദയ്ക്ക് ആ പണം തിരിച്ചു തന്നേക്ക്, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കും. എന്നാ വിളി. എന്നെ പറ്റിച്ച് വാങ്ങിച്ചതാണ് ആ പണം. എൻ്റെ ഫോണിൽ നിന്നാണ് നിനക്ക് ക്യാഷ് തന്നത്. അതിനുള്ള എല്ലാ തെളിവും എൻ്റെ കയ്യിലുണ്ട്. നീ പോയി പോലീസിനെ വിളിച്ചാലും നീ തന്നെ ആകും കൊടുങ്ങുന്നത്. അപ്പോൾ എക്സിൻ്റെ അമ്മ എൻ്റെ മകൻ്റെ പണം കൊടുത്തേക്ക്. പിന്നീട് ഒരു ശല്യമായി ഞങ്ങൾ വരില്ല. നിങ്ങളുടെ മകൻ്റെ പണമോ? അത് എൻ്റെ പണം. എത്ര തവണ ഞാൻ പറയുന്നേ എന്ന് പറഞ്ഞ് ഇവിടെ വഴക്കാകുമ്പോൾ ഇതെല്ലാം കേട്ട് ഹീറോ നിൽക്കുന്നു. അപ്പോൾ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ എക്സ് ഹീറോയെ അറിയാവുന്നത് കൊണ്ട് ഇവനെ വെച്ചാണ് എൻ്റെ മുഴുവൻ പണം തട്ടിയെടുത്തത്. അവളും ഇവന് യാതൊരുവിധ ബന്ധമില്ലതില്. എന്നാൽ ഹീറോ ഞാനാണ് ഇവിടെ ഭർത്താവ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്ത മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു. ഇതൊക്കെ എന്തിനാണ് കൊണ്ടു നടക്കുന്നത് എന്നാകും അവൾ ചിന്തിക്കുക. അവർക്കും അവളുടെ അമ്മയ്ക്കും ഷോക്ക്. അപ്പോൾ അവൾ എക്സിൻ്റെ കാമുകിക്കൊപ്പം നിൽക്കുന്ന വീഡിയോ കാട്ടി ഇനി ഇവിടെ നിന്നാൽ ഇതാകും പോലീസിനെ കാട്ടുമെന്ന് പറഞ്ഞ് അവരെ ഒളിപ്പിക്കാൻ നോക്കുമ്പോൾ എക്സും നിനക്ക് നാണമില്ലേ എന്ന് പറഞ്ഞ് അവളെ തന്നെ കുറ്റപ്പെടുത്തുന്നു. അതിനിടയിൽ മുത്തശ്ശൻ വന്നതും വഴിക്കിനിടയിൽ മുത്തശ്ശനും നിലത്ത് വീണു. ഒന്നാമത് 99 വയസ്സുള്ള ആളാണ്. എങ്ങാനും ചത്തുപോയാൽ നമ്മളാകും കൊലയാളികൾ. അതും പേടിച്ച് അവർ അവിടുന്ന് പോയി. അവർ പോയ ഉടനെ മുത്തശ്ശനെ എഴുന്നേൽപ്പിച്ചെങ്കിലും അവൾക്കാകും പിന്നീട് കിട്ടുന്നത്. നിനക്ക് എത്ര ധൈര്യമുണ്ട് ഫേക്കായ മാരേജ് സർട്ടിഫിക്കറ്റ് കാണിച്ച് പറ്റിച്ചത് എന്ന് പറഞ്ഞ് ഹീറോയിനെ അടിക്കാനായി ഓടിച്ചു. ഇവരും ഇടയിൽ പെട്ടുപോയത് ഹീറോ ആകും. ഇല്ല അമ്മേ, ഫേക്കല്ലെന്ന് അവളും ചുറ്റി ചുറ്റി ഓടി. അപ്പോൾ ഹീറോ ഇല്ല, ഞങ്ങൾ രണ്ടുപേരും വിവാഹം ശരിക്കും കഴിഞ്ഞതാണ്. അല്ല, ഇത് മുമ്പല്ലേ ഏതോ പയ്യനെ കൊണ്ടുവന്ന് ഇഷ്ടപ്പാണെന്ന് പറഞ്ഞത്. അതിന് ഞങ്ങൾ സമ്മതിച്ചതാ. ഇപ്പോൾ നടക്കാൻ പോലും പറ്റാത്ത വേറൊരുത്തനെ കല്യാണം കഴിച്ചേക്കണ്. ഇത് ഞങ്ങൾ സമ്മതിക്കില്ല. നടക്കാൻ പോലും പറ്റാത്തവൻ ഇവനെങ്ങനെ നിന്നെ നോക്കും? എന്നാൽ ഇവന് ഒരു ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഹീറോ പറയുന്നത് അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട, അവന് വേണ്ട എല്ലാം ഞാൻ ചെയ്യും. എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ. എന്നാൽ ഇതൊട്ടും തന്നെ അവളുടെ അമ്മയ്ക്ക് തീരെ പിടിച്ചില്ല. അമ്മ അകത്തേക്ക് കയറ്റാത്ത സ്ഥിതിക്ക് ഹീറോയിനും പോകാൻ ഒരുങ്ങുമ്പോൾ മുത്തശ്ശൻ അകത്തേക്ക് വാ പിള്ളേരെന്ന് പറഞ്ഞ് സ്വീകരിക്കുന്നു. ഹീറോയുടെ വീൽ ചെയർ കണ്ട മുത്തശ്ശനും ഇത് കൊള്ളാലോ, എനിക്കും കാലിന് നല്ല വേദന ഉണ്ട്, എനിക്കും കൂടി ഒരു വീൽ ചെയർ വാങ്ങിത്തരുമോ? ഇത് കേട്ട ഹീറോ അതിന് പിന്നെ എന്താ, നാളെ തന്നെ എത്തിച്ചേക്കാം. ഇനി മുതൽ മുത്തശ്ശനും കൊച്ചുമരുമകനും ഇരുന്ന് കളിക്കാമെന്ന് പറഞ്ഞ് ഒരേപോലെ വരുത്തും. അമ്മയാണെങ്കിൽ അവളെ കണ്ട് തുറച്ചു നോക്കുകയാണ്. എന്നിട്ട് എന്താണ് അസുഖമെന്ന് ചോദിച്ചു. അതിന് ഹീറോ ശരിയായിട്ടുള്ള ഉത്തരമൊന്നും കൊടുത്തില്ല. വേഗം റെഡിയാവോ? ഹീറോ ആവില്ല. ഇത് കേട്ട ഹീറോയിൻ അവൻ്റെ കൈ പിടിച്ചിറുക്കി. ഇത് ശരിയാകും, കൈയൊക്കെ നോക്കിയേ. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, നീ ശരിക്കും ഇവനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിന് ഹീറോ അതേലോ, എന്തുകൊണ്ടാണ് നീ ഇവനെ സ്നേഹിക്കുന്നത് എന്ന്. എന്ത് ചോദ്യമാണ് അമ്മേ, അവൻ്റെ മുഖം നോക്ക്, കാണാൻ എന്ത് സുന്ദരന, കൈയും കാലൊക്കെ നോക്ക്. അതുകൊണ്ട് അമ്മയ്ക്ക് പിന്നീട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് പോലും മൂച്ചുവിട്ടു പോയി. ശേഷം ഹീറോ മുത്തശ്ശൻ്റെ കൂടെ ചെസ്സ് കളിക്കാനായി കൂടുന്നു. മുത്തശ്ശന് കൂടെ കളിക്കാൻ കൂട്ട് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷമായി. ഹീറോയ്ക്കൊപ്പം കളിച്ച് മുത്തശ്ശനാകും തോൽക്കുക. എന്നാലും തോൽവി മുത്തശ്ശൻ സ്വീകരിക്കാൻ തന്നെ മടാണ്. വീണ്ടും വീണ്ടും കളിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ മുത്തശ്ശൻ ഹീറോയിൻ കുട്ടിക്കാല കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. കുട്ടിക്കാലം മുതലേ അവൾ ഭയങ്കര പിടിവാശിക്കാരിയാണ്. താഴെ വീണ് തലയും പൊട്ടിച്ച് ഓപ്പറേഷൻ വരെ ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനം അവൾ മൊട്ടയടിച്ച് നടന്നിട്ടുണ്ട്. പഠിത്തത്തെ കാര്യത്തിലൊന്നും പറയേണ്ട തോൽവിയാണ്. ഹീറോയിന് നല്ല നാണാകാണ്. എന്നാൽ ഹീറോയ്ക്ക് അത് ചിരിയാണ് വരുന്നത്. ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഹീറോയ്ക്ക് മാത്രം പ്രത്യേകമായി ഡ്രസ്സിൽ അഴുക്ക് പിടിക്കാതിരിക്കാനായിട്ട് തുണിയൊക്കെ കെട്ടിക്കൊടുത്തു. ഇത് കാണുന്ന അവൾക്ക് നല്ല രീതിയിൽ സന്തോഷമാണ് തോന്നുന്നത്. ഹീറോയും ഇതൊന്നും വേണ്ടെന്ന് പറയുമെങ്കിലും അമ്മ അവൻ്റെ കൈ തട്ടി മാറ്റി അവനൊക്കെ കെട്ടിക്കൊടുത്തു. ഇതും കൂടാതെ ഇരിക്കാനായിട്ട് കുഷനൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഹീറോയെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അറിയാതെ ഹീറോ അവളെ കിസ് ചെയ്യുകയാണ്. അതിനുശേഷം അവൻ അവിടെ എത്തി. എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു. നിനക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതെന്നോട് പറഞ്ഞേക്ക്, ഞാനിപ്പോൾ നിൻ്റെ അമ്മയാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് അവൻ്റെ അമ്മ മിസ് ചെയ്യുകയാണ്. ഹീറോയ്ക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഹീറോയുടെ അമ്മ ലെറ്റർ എഴുതി വെച്ച് സൂസൈഡ് ചെയ്തത്. ഹീറോയുടെ അമ്മയെ കൈയൊക്കെ വിറച്ച് എഴുതാൻ പോലും പറ്റണ്ടായില്ല. ആ രോഗം കാരണം ഡിപ്രഷനിലായി. അതൊക്കെ ഹീറോയ്ക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. കണ്ണിൽ വെള്ളം വരുന്നതിനാൽ ഇവർ കരുതും ഉണ്ടാക്കിയ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, കുഴപ്പമില്ല. അപ്പോൾ അമ്മ അവളോട് എൻ്റെ കൊച്ചുമരുമകനെ ശല്യപ്പെടുത്താനോ ബുള്ളി ചെയ്യാനോ നിൽക്കരുത്, നല്ലോണം നോക്കിക്കൊള്ളണം. ഇത് കേട്ടതോടെ ഞാനെന്ത് ചെയ്യാനാ, നല്ലോണം തന്നെ നോക്കിക്കൊള്ളാം. എനിക്ക് നിന്നെ അറിഞ്ഞുകൂടെ, വഴക്കുണ്ടാകാൻ നീ മിടുമിടിക്കുക
വിളിക്കുകയാണെന്ന് പറഞ്ഞ് ഹീറോയുടെ മുന്നിൽ വെച്ച് തന്നെ അവിടെ ചെയ്തിരിച്ചു. ഇവർ ഇവിടെ മാറി മാറി വഴക്ക് തർക്കം കഴിഞ്ഞ് അവരെല്ലാവരും വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയ ഉടനെ ഹീറോയിൻ ഹീറോയ്ക്ക് താങ്ക്സ് പറയുന്നു. ഇന്ന് ഹീറോ കൂടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ അവനെയും അവൻ്റെ അമ്മയും എങ്ങനെ കൈകാര്യം ചെയ്യാനാ? ഇതെല്ലാം കാരണം നിങ്ങളാണ്. ഇത് കേട്ട ഉടനെ ഹീറോ ഓക്കെ, ഇനി അവൻ നിന്നെ തേടി എന്തായാലും വരില്ല. കാരണം ഹീറോ അവൻ്റെ ആൾക്കാരെയും കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ തന്നെ മുട്ടം പണി കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അവൾ എന്താ നിങ്ങൾ അവനെ കൊന്നോ? അതിന് ഹീറോ അവരെ അടി കൊടുത്ത് പേടിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അവൾക്ക് ജീവൻ കിട്ടിയത്. ഭാഗ്യത്തിന് അവൾ ചത്തില്ലല്ലോ. പിന്നീട് അവൾ ഹീറോയിനോട് അന്ന് അമ്മ നിങ്ങളുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മയെ ഒരുപാട് മിസ് ചെയ്തായിരുന്നോ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കാം. അതിന് ഹീറോ അതിന് നീ കരുതുന്നത് പോലൊന്നുമില്ല. നിന്റെ അമ്മ ചോദിച്ചതിലോ സംസാരിച്ചതിലോ ഒരു വിഷയം ഉണ്ടായില്ല. നിന്റെ അമ്മയും മുത്തശ്ശനെയും ഒക്കെ ഒരു ഇഷ്ടമായി. ഇത് കേട്ട അവൾക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എൻ്റെ അമ്മ ഒരു എടുത്തുചാട്ടക്കാരിയാണ്, പക്ഷെ ആള് പാവമാണ്. നിങ്ങളൊന്നും വിചാരിക്കരുത്. അവൾക്ക് 16 വയസ്സുള്ളപ്പോഴാണ് അവളുടെ അച്ഛൻ മരിക്കുന്നത്. ആക്ച്വലി അവളുടെ അമ്മ അച്ഛൻ മരിച്ചു പോയിട്ടെന്ന് പറഞ്ഞിട്ടില്ല, അവളെ വിട്ടുപോയി എന്നാകും പറഞ്ഞത്. നിങ്ങളുടെ അമ്മ എപ്പോഴാണ് മരിച്ചു പോയത്? ഹീറോയുടെ അമ്മ അവന് 8 വയസ്സുള്ളപ്പോൾ തന്നെ പോയതാണ്. ചെറുതായിരുന്നപ്പോൾ അത്രയ്ക്കും വലിയ ഓർമ്മയൊന്നുമില്ല. അമ്മയുടെ മരണത്തെക്കുറിച്ച് അറിയില്ല. അവന് ഫീലാകും എന്ന് ചിന്തിച്ച് അവൾ ഹീറോയുടെ റൂമിൽ പോയി കിടന്നു. ഹീറോയും പോയി കിടക്കുമ്പോൾ അവൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അവനോട് സംസാരിച്ചൊക്കെ ഓർമ്മ വരികയാണ്. ഇനിമേൽ ജീവനോട് ഇരിക്കാനൊന്നും പറ്റില്ല, വേഗം തന്നെ മരിക്കുന്നതാണ് നല്ലത്. ഹീറോയുടെ ഇതൊക്കെ പറയുന്നു. ഇതൊക്കെ ഹീറോയുടെ സ്വപ്നമാകും. പിന്നീട് ഹീറോ കണ്ണ് തുറക്കുമ്പോൾ അകത്തേക്ക് വരട്ടെ എന്ന് ചോദിച്ച് ഹീറോയിൻ്റെ സൗണ്ട്. വേറൊന്നുമല്ല, ഹീറോ സ്വപ്നത്തിൽ എന്തൊക്കെയോ സംസാരിച്ച് കേട്ടിട്ടാകും അവൾ വന്നത്. എന്നാൽ അവൾ അകത്തേക്ക് വന്നപ്പോൾ എന്തോന്ന് അവന് തോന്നുകയാണ്. ഇനി അവന് നല്ല പനിയാണോ എന്നൊക്കെ കേട്ട് തൊട്ട് നോക്കി പനിയൊന്നുമില്ല. സോ ഉറങ്ങാൻ പോണെന്ന് പറഞ്ഞ് അവൾ പോയി ബാർബിക്യൂ ഓർഡറൊക്കെ ചെയ്ത് കഴിക്കുന്നു. എന്നാൽ നോക്കുമ്പോൾ ഹീറോ അതുവഴി വന്നതിനാൽ വേണമെന്ന് ചോദിച്ചു. ഇത്രയും നാളും വേണ്ടെന്ന് പറഞ്ഞ ആൾ ഇപ്രാവശ്യം അവൾക്കൊപ്പം ഇരുന്ന് ബാർബിക്യൂ ഒക്കെ കഴിക്കാൻ സമ്മതിച്ചു. അവളും ഇത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഓരോന്ന് കൊടുക്കുകയാണ്. കഴിക്കുന്നതൊപ്പം അവൾ ഡ്രിങ്ക് വരെ കുടിച്ച് അവളുടെ ഉള്ളബോധം പോയി. ആ അവസ്ഥയിൽ അവൾ എനിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അമ്മ ആവണം. ഹീറോയ്ക്ക് ഇത് കേട്ട ഉടനെ വല്ലാതാവുകയാണ്. നിങ്ങൾ എത്ര കെയർഫുള്ളായിട്ടാണെന്ന് നോക്കുന്നത്? വീട് വരെ എഴുതി തന്നെയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞിനെ തരണം ആഗ്രഹമുണ്ട്. ഇത് കേട്ടോണേ ഹീറോ വേണ്ടെന്നാകും പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഒന്നിക്കാനാണ് പ്രശ്നമെങ്കിൽ ഐ ചെയ്യാം. ഹീറോ വേണ്ട, കുട്ടിയുടെ ഇഷ്ടമല്ല. കുട്ടികളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് ഹീറോയിന് മാറുന്നു. നിങ്ങൾക്ക് കുട്ടികളെ ഇഷ്ടമല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ 3 മാസത്തിനുള്ളിൽ മരിക്കാനുള്ളതല്ലേ? കുട്ടികൾ ഉണ്ടാകാൻ 9 മാസം മതി. നിങ്ങൾ മരിച്ചാലും നിങ്ങളുടെ കുട്ടികളെ ഞാൻ നോക്കിക്കോളാം. ഹീറോ എന്തൊക്കെ പറഞ്ഞാലും അവൾ സമ്മതിക്കുന്നു പോലുമില്ല. അവളുടെ മയക്കം പോകുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചു നോക്കുമെന്ന് പറഞ്ഞ് അവൾ ഉറങ്ങി പോവുകയാണ്. ഹീറോയിനെ റൂമിലേക്ക് കെടുത്തി അവൻ നേരെ റൂമിലേക്ക് പോയി കിടന്നെങ്കിലും അവന് ഉറക്കമേ വരുന്നില്ല. അവൾ പറഞ്ഞ കാര്യം ഓർത്തിട്ട്. എന്നിട്ട് അവൾ കിസ് ചെയ്യുന്നവരെ സ്വപ്നം വരെ കാണുന്നു. പിറ്റേ ദിവസം ആകെ ശോകാവസ്ഥയിലാകും ഹീറോയിനെ കണ്ടപാടെ അവിടുന്ന് ഓടാനായി പോകുമ്പോൾ ഇവളും എന്തു പറ്റി? ഇതൊക്കെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നു? കഴുകാനാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ചെയ്യാമെന്ന് പറയുമ്പോൾ ഹീറോ കൊടുക്കുന്ന മട്ടിലില്ല. ഞാൻ ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ് വേഗം അതെടുത്ത് ഓടുകയാണ്. അതിനുശേഷം ഹീറോയിൻ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകുന്നു. പുതിയ പ്രോജക്റ്റ് കിട്ടിയത് കൊണ്ട് ഒരാളെ മീറ്റ് ചെയ്യുകയാണ്. അയാൾക്ക് എത്ര ക്യാഷ് ആയാലും യാതൊരുവിധ കുഴപ്പമില്ല. ബിൽഡിങ് നല്ല സ്ട്രോങ് ആയിരിക്കണം. ഇവിടെ ഹീറോയ്ക്കാണെങ്കിൽ കമ്പനി പോകാൻ തന്നെ താല്പര്യമില്ല. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെ ഇൻട്രസ്റ്റുമില്ല. ഇതിപ്പോൾ ആദ്യമായിട്ട് കമ്പനിയെക്കുറിച്ച് അറിയാനായിട്ട് അസിസ്റ്റന്റ് കോൾ ചെയ്ത് എല്ലാ റിപ്പോർട്ടും തരാനായി പറഞ്ഞു. ഇതൊക്കെ കാണുന്ന ചേച്ചിക്ക് തന്നെ ഷോക്കാവുകയാണ്. ഇത്രയും നാളായിട്ട് ഹീറോ ഇതുവരെ കമ്പനിയെക്കുറിച്ച് അന്വേഷിക്കാനോ പോയിട്ടില്ല. അപ്പോഴേക്കും ഹീറോയിൻ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഒരു മുറിവ് കാണുകയാണ്. എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളും കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് പറ്റിയതാണ്. മരുന്ന് പറ്റിയ വേഗം മാറും. ഹീറോയിൻ വേഗം തന്നെ മരുന്ന് ഇട്, വല്ല ഇൻഫെക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. ഇവളും എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊന്നുമില്ല. എന്നിട്ട് അവനാകും അവൾക്ക് മരുന്നൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞത് എന്തായി തീരുമാനം? നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിക്കണം. നിങ്ങളുടെ ഡിസിഷൻ എന്താണ്? ഹീറോയ്ക്ക് എന്താണ് പറയണമെന്ന് പോലും അറിയില്ല. ഇന്നലെ കുടിച്ച ബോധത്തിലാണ് അവൾ പറഞ്ഞത്. ഇപ്പോൾ അവൾ ബോധത്തിലാണല്ലോ ചോദിക്കുന്നത്. പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് കരുതി അവൻ മിണ്ടാതെ അവളുടെ മുറിയിൽ മരുന്നൊക്കെ തേച്ചു. അതിനുശേഷം അവൾക്കൊരു കോൾ വരുന്നു. നോക്കുമ്പോൾ സെക്യൂരിറ്റി. എന്താണെന്ന് വെച്ചാൽ അവളെ കാണാനായിട്ട് അവളുടെ മുത്തശ്ശൻ വന്നിട്ടുണ്ട്. ഇക്കാര്യം പറഞ്ഞപ്പോൾ വേഗം മുത്തശ്ശനെ കൂട്ടിക്കൊണ്ടു വരികയാണ്. വേറൊന്നുമല്ല, അമ്മയും മുത്തശ്ശനും ഇടയ്ക്ക് വഴക്കുണ്ട്. ഇന്ന് രാത്രി അവൾക്കൊപ്പം കഴിയാനാകും വന്നത്. വേണമെങ്കിൽ ഞാൻ പൊക്കോളാമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ എന്തിനാ മുത്തശ്ശ ഈ പ്രായത്തിൽ അമ്മയുമായിട്ട് വഴക്ക്? ഓക്കെ, ഇവിടെ നിന്ന് അമ്മയുടെ വഴക്ക് മാറിയിട്ട് പോകാം. ഇവളും ഓക്കെ എന്ന് പറഞ്ഞ് ഹീറോയുടെ മുറിയിലാകും പോകാം. വേറെ വഴിയില്ല. രണ്ടുപേരും വേറെ വേറെ റൂമിലാണ് കിടക്കുന്നതും മുത്തശ്ശൻ അറിഞ്ഞാൽ അമ്മ അറിയിക്കും.
കുറച്ചു നേരം കഴിഞ്ഞ് മുത്തശ്ശൻ ഉറങ്ങിക്കഴിഞ്ഞിട്ട് റൂമിൽ പോകാമെന്ന് കരുതുമ്പോൾ മുത്തശ്ശൻ അപ്പോഴും ഉറങ്ങിയിട്ടില്ല, ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ ഇന്നൊരു ഡേ ഇവിടെ കിടക്കട്ടെ, മുത്തശ്ശൻ അമ്മയോട് പറഞ്ഞ് പ്രശ്നമാകും. മാത്രമായതുകൊണ്ട് തന്നെ ഹീറോ സമ്മതിക്കുന്നു. രണ്ടുപേരും ഒരുമിച്ച് കിടന്നാലും ആ ടൈമിൽ അവൾക്ക് അവനോട് സംസാരിക്കാനായിട്ട് ഒരു കൊതി തോന്നുന്നു. ഹീറോ ഉറങ്ങാത്ത സ്ഥിതിക്ക് എന്നാൽ പിന്നെ നമുക്ക് സംസാരിക്കാം എന്ന് രണ്ടുപേരും ഒരു ഘട്ടത്തിൽ കിസ് ചെയ്യുകയാണ്. മുത്തശ്ശൻ വാതിന് പിന്നിൽ നിൽക്കുന്നുണ്ടായി. ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലായതോടെ മുത്തശ്ശൻ പോയി കിടന്നുറങ്ങി. ഇതെല്ലാം അവിടെ അമ്മയുടെ പണിയാകും. ഭർത്താക്കന്മാരായിട്ട് കഴിയുന്നതില്ലെങ്കിൽ നമ്മളെ പറ്റിക്കുകയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശന് പറഞ്ഞു വിട്ടത്. പിറ്റേന്ന് എഴുന്നേൽക്കുമ്പോൾ ഹീറോയും കെട്ടിപ്പിടിച്ചായും കിടക്കുന്നത്. അവനും കണ്ണു തുറക്കുമ്പോൾ ഹീറോയുടെ ഷോൾഡറിന് നല്ല വേദന ഉണ്ടാകും. കാരണം ഹീറോയിൻ കിടക്കുന്നത് അവൻ്റെ ഷോൾഡറിന് മേലെയാണ്. അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ അവൾ എഴുന്നേൽക്കുന്നത് പോലുമില്ല. എന്നെ ഉറങ്ങാൻ സമ്മതിക്കുന്നെന്ന് പറഞ്ഞ് പിച്ചുമ്പയും പറയുന്നു. അപ്പോഴേക്കും ഉറക്കത്തിൽ നിന്ന് അവൾ കണ്ണു തുറന്നതും ഇന്നലെ രാത്രി നല്ലോണം ഉറങ്ങിയില്ലെന്ന് ഹീറോയോട് ചോദിക്കുമ്പോൾ ഹീറോ ഉറങ്ങിയെന്ന് പറയുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവളുടെ മുത്തശ്ശൻ പോയെന്ന് ആൻറ്റി പറയുകയാണ്. രാവിലെ തന്നെ മുത്തശ്ശൻ പോയി കഴിഞ്ഞോ? എന്നിട്ട് അവൾ അമ്മയെ വിളിക്കുമ്പോൾ മുത്തശ്ശൻ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, സത്യമാണോ, അവർ ഒരുമിച്ചാണോ കഴിയുന്നത്? നീ ഒന്നും കൊണ്ട് പേടിക്കേണ്ട, അവർക്ക് യാതൊരുവിധ കുഴപ്പമില്ലെന്ന് പറയുന്നു. ഇവിടെ ഹീറോയിൻ അവിടെ ഇന്നർ ഹീറോയുടെ റൂമിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. എടുക്കാൻ പോയപ്പോൾ ഹീറോ അത് കൈ പിടിച്ച് നിൽക്കുന്നു. അത് കാണുമ്പോൾ അവൾക്ക് തന്നെ നാണം വരികയാണ്. ഇതൊക്കെ ആലോചിച്ച് അവൾ അവിടെ ചിന്തിച്ചു നിൽക്കുമ്പോൾ അവളെ കാണാനായിട്ട് എക്സ് വരുന്നു. എത്ര കിട്ടിയിട്ടും ഇവന് മതിയായില്ലേ? അവൻ അവളോട് സംസാരിക്കുമ്പോഴെല്ലാം അവനൊരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. അകത്താണെങ്കിൽ ഹീറോയിൻ ഫയൽ മറന്നു വെച്ചെന്ന് കരുതി ഹീറോ ഫയൽ കൊണ്ടു കൊടുക്കാമെന്ന് കരുതി പോകുമ്പോൾ എക്സും അവൾ തല്ലൊടിക്കുന്നത് സംസാരിക്കുന്നതായിട്ട് തെറ്റിദ്ധരിച്ചു. എന്നാൽ അവർ രണ്ടുപേരും വഴക്കിടുന്നത് മനസ്സിലായില്ല. രണ്ടുപേരുടെ പ്രശ്നം സോൾവ് ആക്കി ഒന്നിച്ച് കരുതി ഹീറോ സെക്യൂരിറ്റി വിളിച്ച് അത് കൊടുക്കാനായിട്ട് ഏൽപ്പിച്ചു. ഇവൾ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞ് ഒരു അടിയും കൊടുത്ത് അവനെ ഓടിപ്പിച്ചു. അവൾ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയി. ഇവിടെ ഹീറോ അവൻ്റെ അസിസ്റ്റന്റിനെ വെച്ച് അവളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പറയുന്നു. കാരണം ഇപ്പോൾ അവർ ഒന്നിച്ചു. ഇനി ഇവൻ മരിച്ച ശേഷം അവൻ്റെ സ്വത്തുക്കൾ എടുക്കാനായിരിക്കും അവളുടെ പ്ലാൻ എന്ന് കരുതിയിട്ട്. എന്നാൽ ജോലിയൊക്കെ കഴിഞ്ഞ് അവൾ വീട്ടിലെത്തുമ്പോൾ ഹീറോ അവളോട് മിണ്ടാണ്ട് തന്നെ എഴുന്നേറ്റ് പോവുകയാണ്. ഇവളും എന്ത് പറ്റി അസിസ്റ്റന്റ് ചോദിക്കുമ്പോൾ വീൽ ചെയർ മുന്നോട്ട് പോകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി നീങ്ങുന്നില്ല. ഇവളും തമാശയ്ക്ക് കയറിയിരിക്കുമ്പോൾ വണ്ടി നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്, ഇപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അതിൽ നിന്ന് തിരിയിരിക്കുകയാണ്. അതിനുശേഷം അവൾ വർക്ക് ചെയ്യുകയാണ്. നാളെ സൈറ്റിൽ ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. എന്തായാലും ചെറിയ തെറ്റുണ്ടായി തന്നെ അതൊരു വലിയ പണിയാണ് വരുന്നത്. ഹീറോയോട് ചെന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊന്ന് പരിഹരിച്ച് തരുമെന്ന് കെഞ്ചി ചോദിക്കുമ്പോൾ അവന് നോക്കുമ്പോൾ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഹീറോ ഒന്ന് അറിയാനായിട്ട് നീ ഇപ്പോഴും എക്സായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ? ഞാൻ എന്തിനാണ് അവനെ വിളിക്കുന്നത്? ഇന്ന് രാവിലെ തന്നെ വന്നിരുന്നു. എനിക്ക് നല്ല ദേഷ്യം വന്ന് അവന് രണ്ടടി കൊടുത്തിട്ട് ഓടിച്ചു വിട്ടു. ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷമാവുകയാണ്. അന്ന് രാത്രി ഹീറോയ്ക്കൊപ്പം അവൾ കിടക്കുമെന്ന് കരുതി നോക്കുമ്പോൾ അവൾ ജോലിയെല്ലാം കഴിഞ്ഞ് അവളുടെ റൂമിലാകും പോയി കിടന്നുറങ്ങുന്നത്. അതിനുശേഷം ഹീറോ പറഞ്ഞതുപോലെ അസിസ്റ്റന്റ് അവളെക്കുറിച്ച് അന്വേഷിച്ചു. ഇപ്പോൾ അവൾക്ക് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. 2 വർഷം എക്സുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായി. പിന്നീട് ഹീറോ അവളുടെ കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായി. ആ കമ്പനിയിൽ സീനിയർ സെക്യൂരിറ്റിയായി വർക്ക് ചെയ്ത് താഴ്ന്ന സാധനങ്ങൾ മികച്ച എന്ന പേരിൽ വിൽക്കുന്നു. അതിനാൽ ഹീറോ കമ്പനിയിലേക്ക് പോവുകയാണ്. ഈ വീടുകൾ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിൽക്കുമ്പോൾ അവിടെ സിമൻറ്റിൽ കള്ളത്തരം കാണിച്ചെന്ന് ഹീറോയിനെ കണ്ടുപിടിക്കുകയാണ്. ഈ കാര്യം പുറത്തറിയാതെ ഇരിക്കാൻ അതിൻ്റെ ഓണറും കൂടി അവളെ വട്ടം ചുറ്റി ഇത് പറയരുതെന്ന് പറഞ്ഞ് അവളോട് ചോദിച്ചു. എന്നാൽ ഹീറോയിൻ ഇക്കാര്യം ഒട്ടും തന്നെ സമ്മതിച്ചില്ല. ഇവർ പറയുന്നത് തെളിവിനായിട്ട് അവരുടെ ബാഗിൽ ഒരു കുഞ്ഞു ക്യാമറ ഓൺ ചെയ്തു. വിവരം അറിഞ്ഞ ഹീറോ അവിടെ എത്തുകയും ചെയ്ത തെറ്റിന് എന്തായാലും ശിക്ഷ ഏറ്റുവാങ്ങണമെന്ന് പറഞ്ഞ് ഹീറോ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറേ നേരം അവർ നിർത്തിയതിനാൽ ഹീറോ അവളുടെ കാലിൽ ഐസൊക്കെ ഇട്ട് കൊടുത്ത് തണുപ്പിച്ചു. അന്ന് തൊട്ട് ഇവർക്കിടയിൽ ഒരു അകൽച്ച കുറഞ്ഞു വരികയാണ്. ശേഷം അവൾക്ക് കിട്ടേണ്ട പ്രമോഷൻ കമ്പനി മാനേജർ വേറൊരുത്തനാകും കൊടുക്കുന്നത്. വേറൊന്നുമല്ല, അയാൾ ചെയ്ത തെറ്റൊക്കെ ഇവൾ ചൂണ്ടിക്കാട്ടുന്നത് കൊണ്ടാണ് അവൾക്ക് കിട്ടേണ്ട പ്രമോഷൻ വേറൊരാൾക്ക് കൊടുത്തത്. ഇവളും ഡയറക്റ്റ് മാനേജറോട് ചോദിക്കുമ്പോൾ അയാൾ അവളെ ആട്ടിപ്പായിക്കുകയാണ്. ശേഷം കമ്പനി മുതലാളിയുമായി ഒരു മീറ്റിംഗ് നടത്തുമ്പോൾ ഡയറക്ടറും ഇയാളും ചെയ്ത പ്രോജക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എന്നാൽ അവർ ചെയ്ത തെറ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടാകും എക്സ്പ്ലെയിൻ ചെയ്യുക. സോ തെറ്റ് നടക്കാൻ പാടില്ലെന്ന ചിന്തയിൽ ഹീറോയിൻ എഴുന്നേറ്റ് അക്കാര്യം ചോദ്യമായി തന്നെ ചോദിക്കുമ്പോൾ അവർക്കൊന്നും തന്നെ മിണ്ടാൻ പറ്റുന്നില്ല. സോ അവൾ തയ്യാറാക്കിയ മറ്റൊരു പ്രോജക്റ്റ് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തതും കമ്പനി മുതലാളിക്ക് ഒരുപാട് തൃപ്തിയായി. അതിനുശേഷം ബിൽഡിംഗ് പണി കൊള്ളത്തരം കാട്ടിയതിന് പോലീസ് വന്ന് അവരെ അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പിന്നിൽ ഹീറോയാകും അവളെ ഹെൽപ്പ് ചെയ്തത്. തെറ്റ് ചെയ്തവരെ പുറത്താക്കിയ മുതലാളി അവൾക്ക് പ്രമോഷൻ കൊടുത്തു.
അതിൻ്റെ സന്തോഷത്തിൽ ഹീറോയും പുറത്തു പോയി. അവിടെ വെച്ച് ഹീറോ അവൻ്റെ അച്ഛനെയും സ്റ്റെപ്പ് മദറിനെയും സ്റ്റെപ്പ് അനിയനെയും കാണുന്നു. അച്ഛനിപ്പോഴും അവരോട് നല്ല ദേഷ്യമാണ്. ഹീറോ മരിക്കാനാണ് അവർ കാത്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ കൂട്ടിക്കൊണ്ടുപോയി. എന്നാൽ അനിയന് ചേട്ടൻ എന്ന് വെച്ച ജീവനാണ്. അവരെ കണ്ടപ്പാടെ ഓടിയെത്തിയൊക്കെ സംസാരിച്ചു. പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ രണ്ടുപേർക്കും ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ സന്തോഷമായിരിക്കും. അപ്പോഴാണ് അവൻ്റെ കുട്ടിക്കാലം നടന്ന ഒരു ഇൻസിഡൻറ്റ് ഓർക്കുന്നത്. അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പോൾ ഹീറോയുടെ അച്ഛൻ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ട്രൈ ചെയ്തപ്പോൾ അമ്മയ്ക്കും ഹീറോയ്ക്കും ഒട്ടും താല്പര്യം ഉണ്ടായില്ല. സോ അവർ പോകാൻ വേണ്ടി തന്നെ ഹീറോ കത്തെടുത്ത് ഭീഷണിപ്പെടുത്തി അവരോടിപ്പിച്ചു. പിറ്റേ ദിവസം അവൾ ഓഫീസിൽ പോകുമ്പോൾ കൂടെ ഹീറോയും കൂടി വരുന്നു. സൈറ്റിലെത്തിയപ്പോൾ അവളെ കാണാനായിട്ട് ഹീറോയുടെ എത്തി ചേട്ടൻ്റെ അസുഖത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു കമ്പി വന്ന് അവരുടെ രണ്ടുപേരുടെ തല വീഴുന്നു. ഹീറോയിനാകും ഒരുപാട് പരിക്ക് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. അവിടെ കൂടെ തന്നെ ആ പയ്യൻ്റെ അമ്മ വന്ന് അവളെയും ഹീറോയും ചീത്ത പറഞ്ഞു. ഇതിന് കാരണം ഹീറോയാണ്, നീ പറഞ്ഞിട്ടാണ് അവൾ അവനെ വരുത്തിയെന്ന് പറഞ്ഞ് ഹീറോയെ കുറ്റപ്പെടുത്തുമ്പോൾ ഇതൊക്കെ കേട്ട് അവിടേക്ക് ഹീറോൻ്റെ അമ്മയും മുത്തശ്ശനും വരുമ്പോൾ മരുമകനെ ചീത്ത പറഞ്ഞ് ഇവർ കേട്ട് നിന്നു പോലില്ല. തിരിച്ച് നല്ലത് കൊടുത്ത് അവരെ ഓടിപ്പിച്ചു. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് ഹാപ്പിയായി. എന്നാലും അവരുടെ വായിൽ നിന്ന് അറിയാതെ ഇവനൊരുപാട് നാൾ ജീവിച്ചിരിക്കില്ല, മരിക്കാനുള്ളതാണെന്ന് കേട്ടതും സോ ഹീറോയെ കൂളാക്കാനായി അവളും അമ്മയും മുത്തശ്ശനും കൂടി അവനെ ഹെൽപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. സത്യത്തിൽ എന്താണ് അസുഖം എന്ന് വെച്ചാൽ ഹീറോയുടെ ഓർഗൻസ് എല്ലാം ഫെയിലറായി മരിച്ചു പോകും. അത് കാരണമാണ് അവൻ്റെ അമ്മയും ചേട്ടനും മരിച്ചത്. അതിനാൽ ഹീറോയെ റിക്കവറി ആവാനായിട്ട് എല്ലാവരും ചേർന്ന് എക്സസൈസ് ചെയ്തു. കുറേ നാളത്തേക്ക് ഹീറോയ്ക്ക് ലൈഫിൽ തന്നെ നല്ല ചേഞ്ചസ് ആണ് വരുത്തിയത്. അങ്ങനെ ഇരിക്കെ ഹീറോയെ പോലുള്ള ആൾക്കാരെ മീറ്റ് ചെയ്ത് ഹീറോയ്ക്ക് ഒരു ആത്മവിശ്വാസം കൂടി കൊടുക്കുന്നു. അവനിൽ നിന്നൊരു വിശ്വാസം ഉണ്ടാകാൻ താനും മാത്രമല്ല തന്നെപ്പോലെ ഒരുപാട് പേരും ഈ ഒരു അസുഖം അനുഭവിക്കുന്നുണ്ട്. രോഗം വന്ന് മാറിയവരുമുണ്ട് കൂട്ടത്തിൽ. ഇതൊക്കെ കാണുമ്പോൾ ഹീറോയ്ക്ക് അവൾക്കൊപ്പം ഇനിയും ഒരുപാട് നാൾ ജീവിക്കണമെന്ന് തോന്നലുണ്ടാവുകയാണ്. എന്നിരുന്നാലും ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അവൾക്ക് മുന്നിൽ അവൻ കാട്ടുന്നില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം മുത്തശ്ശന് വയ്യാതായി ഹോസ്പിറ്റലാണെന്ന് അറിയുന്നു. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് കാര്യം പറയുന്നത്. മുത്തശ്ശനോട് ഒരു ലേഡി ഹീറോയെക്കുറിച്ച് വളരെ മോശമായി പറഞ്ഞതിനാലാണ് മുത്തശ്ശന് വയ്യായത്. മുത്തശ്ശന് അത്രയും ഇഷ്ടപ്പെട്ടു പോയി ഹീറോ. ആരെങ്കിലും ഹീറോയെ മോശമായി പറഞ്ഞാൽ അത് അവളുടെ അമ്മയ്ക്കുമാണെങ്കിലും മുത്തശ്ശനാണെങ്കിൽ സഹിക്കില്ല. അന്ന് രാത്രി ഹീറോ ആകും മുത്തശ്ശനൊപ്പം കിടന്നത്. രാവിലെ ആകുമ്പോൾ ഹീറോ വീട്ടിലേക്ക് പോകുമ്പോൾ അന്ന് കണ്ട പയ്യന് വയ്യാതെ ഹോസ്പിറ്റലാണ്. സോ ഹീറോ ആ പയ്യൻ്റെ എല്ലാ ചെലവും ഏറ്റെടുത്തു. അന്നേരം ഹീറോയ്ക്ക് അമ്മയുടെ കാര്യം ഓർമ്മയാണ്. അമ്മയ്ക്ക് വയ്യാതെ ആയപ്പോൾ നോക്കാൻ ആരും തന്നെയില്ല. ഇനി തനിക്ക് ആ അവസ്ഥ വന്നാൽ ഹീറോയിൻ കൂടുതൽ ബുദ്ധിമുട്ടുമെന്ന് കരുതി രാത്രി ഹീറോയിൻ അറിയാതെ ഡോക്ടറെ വിളിച്ച് അവൻ്റെ ഓർഗൻസ് മരിക്കുന്നതിന് മുന്നേ എടുക്കാൻ നേരത്തെ തന്നെ സർജറി ചെയ്യാനായിട്ട് പറയുന്നു. 3 മാസത്തിന് മുന്നേ ഹീറോ മരിക്കാനായി തീരുമാനിച്ചു. എന്നാൽ ഇക്കാര്യം ഹീറോയിൻ അറിയുകയും ഭയങ്കര ടെൻഷനായിട്ട് അവൾക്ക് നല്ല ദേഷ്യത്തിൽ അവളുടെ പൂച്ചയുമായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അവനെ എങ്ങനെയെങ്കിലും ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാണ്ട് അവൾ ഒരുപാട് ട്രൈ ചെയ്യാണ്. ഇപ്പോൾ അവനായിട്ട് തന്നെ മരിക്കാൻ തീരുമാനിച്ചു. ആ ദേഷ്യത്തിൽ അവൾ ബാഗൊക്കെ എടുത്ത് കൂളാക്കാൻ കൊണ്ടുവന്ന പൂച്ചയുമായി കൊണ്ടുപോയി. ഹീറോ വീട്ടിലെത്തുമ്പോഴാണ് ഹീറോയിൻ പോയി കാര്യം അറിയുന്നത്. അവൻ ആഗ്രഹിച്ചതുപോലെ ആ ബേസൊക്കെ അവൾ സെറ്റാക്കി കൊടുത്തു. നീ മരിച്ചാൽ അസ്ഥി ഇതിലൊന്നിട്ട് ഞാൻ സൂക്ഷിച്ചു വെക്കില്ല എന്നൊക്കെ അവനെ വെറുപ്പിക്കുന്ന തരത്തിൽ ലെറ്ററൊക്കെ എഴുതി വെച്ചിട്ടാകും പോയത്. അന്നേരം അവന് അവളെ കാണണമെന്ന് തോന്നൽ വരികയാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ അവന് ഒരു വക പോലും വെക്കുന്നില്ല. ഹീറോയിൻ ഫ്രണ്ടിൻ്റെ കൂടെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കുകയായിരിക്കും. ഹീറോ പോയി അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവൾ വരുന്നത് പോലില്ല. അവനും അവളെ സമാധാനപ്പെടുത്താൻ നീ മരിക്കാനുള്ളതല്ലേ, നീ പോയി ഞാനെങ്ങനെ ജീവിക്കും എന്ന് ആലോചിച്ചോ, നീ പൊക്കോ എന്ന് പറഞ്ഞ് അവൾ ഹീറോയെ ഓടിപ്പിക്കുമ്പോൾ അവളായിരിക്കും പോകാം. അന്നേരം ഹീറോ നടുറോട്ടിൽ തന്നെ ഇരുന്നു. വീണ്ടും അവൾ വരുന്നുള്ള പ്രതീക്ഷയിൽ അവൻ അവളെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കില്ല. എൻ്റെ അമ്മയ്ക്ക് പറ്റിയത് എനിക്ക് വന്നാൽ നീ എന്നെ വെറുത്തു പോകും, അതുകൊണ്ടാണ് ഞാനായിട്ട് മരിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അവൻ്റെ പോക്കറ്റിൽ ഒരു ഡയറി എടുത്ത് അതിൽ അവൾക്കൊപ്പം ഒരുപാട് കാര്യങ്ങൾ സാധിച്ചെടുക്കാനുണ്ടെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നു. ഇത് കണ്ടതും ഞാനെങ്ങാനുമില്ലെന്ന് പറഞ്ഞ് അവൾ ഹീറോയെ ഒരുപാട് തല്ലി. അതിനുശേഷം ഹീറോ ആകും അവളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അമ്മ ഹീറോയെ കണ്ടപാടെ ഒരടി കൊടുത്തു. നീ ലൈഫിലേക്ക് തിരിച്ചു വരാനല്ലേ ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് അമ്മയും ഒരുപാട് വിഷമിച്ചു.
അതിനുശേഷം അവിടെ ദേഷ്യമെല്ലാം മാറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഡോക്ടറിൽ നിന്ന് ഹീറോയ്ക്ക് കോൾ വരുന്നു. ഹീറോ പണ്ട് ചെയ്ത ടെസ്റ്റിൽ 90% ആയിരുന്നു ആ അസുഖം പടരാനുണ്ടായത്. എന്നാൽ ഇപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് കേട്ടോടെ ഹീറോയ്ക്ക് ഒരുപാട് ഷോക്കായി. എന്നിട്ട് ഈ ഹീറോയിനോട് ഇനി നമുക്ക് കല്യാണം കഴിക്കാം. അതിനുശേഷം കാണിക്കുന്നത് ഹീറോയും ഹീറോയിനും അമ്മയും മുത്തശ്ശനും കൂടി അവൻ്റെ അമ്മയും ചേട്ടനെ കാണാനായി പോകുമ്പോൾ ടെസ്റ്റ് റിസൾട്ട് വന്നു. അതിൽ രോഗം വരാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൂടുതൽ ഹാപ്പി ആവുകയും ഇതോടെ ഈ ഡ്രാമ അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ.